നമ്മുടെ അധ്യക്ഷനെ പരിപൂർണമായിട്ട് അനുസരിക്കുകയാണ്. കവിത വായിക്കുകയല്ലാതെ ഒന്നും പറയുന്നില്ല. ചെറിയ കവിതയാണ്. കവിതയുടെ പേര് ആത്മസംതൃപ്തി. 70 ആണ്ടിൽ പരം ഉഴുതുമറിച്ചൊരീ വയലിൻ വരമ്പത്തായി കർഷകരിവൻ നിൽക്കെ കണ്ണുകൾ ഉടക്കുന്നു കണ്ടുകണ്ട് ഉള്ളിൽ ഹർഷം വിതച്ചത് ഓരോന്നോരോന്നിപ്പോഴും തെളിയുന്നു. വിളഞ്ഞ പാടം കതിർ കൊയ്തു വച്ചതാം വരമ്പ് അവിടെ ചുരുട്ടുകൾ ചുമന്നു നീങ്ങും സ്ത്രീകൾ. തോട്ടുവക്കിലെ കൈതച്ചെടിയിൽ തുണി ചുറ്റി താരാട്ടി ഇളയവോളെ ഉറക്കും മുതിർന്നവൾ. ഉടുമുണ്ടഴിച്ചെടുത്തത് തൻ വലയാക്കി മീൻ പിടിക്കുവൻ കമ്പം കെട്ടിടും ചെറുക്കന്മാർ. ചേറിൽ വീണെഴുന്നേറ്റും കൊയ്ത പാടങ്ങൾ തോറും താറാവ് നോട്ടക്കാരോടൊപ്പമായി നീങ്ങും പിള്ളേർ. പൈക്കളെത്തിച്ച കച്ചിത്തുമ്പുകൾ കൊണ്ട് ആ ഗാലിന്റെ പൂറ്റി നീറും മാലിൽ കുന്തിച്ചു ചാടും ബാലർ. കെട്ടിയ പെണ്ണിന്മയിൽ തൊട്ടുരുമ്മിയും കൊയ്തു കെട്ടിയ കറ്റക്കെട്ട് കരറ്റ് കണവനെ ഒളികണ്ണിട്ടും കൊണ്ട് നോക്കിടും. അസൂയയാൽ നെൽപ്പോരെ മറന്ന് ആകെ മറന്നേർക്കും ആ സ്ത്രീകൾ. ഒക്കെയും നോക്കെ കണ്ണിൽ പൊടിയും പാട്ടും തൂത്തും ചന്തുട്ടനം നേറപ്പുളകും കൊള്ളും ചിത്തം. വാരിക്കൂട്ടി ആകവേ അളന്നു തിട്ടപ്പെടുത്തിയിട്ട് അറനിറയ്ക്കും ഈ സമ്പത്തുതൻ കൂമ്പാരം. സർവവും ഒരു നാളിൽ കണ്ണീര് വടിച്ചെടുത്തുലയിൽ ഉരുക്കടിച്ചെടുത്തതാണ് ഈ തങ്കം. സർവവും ഒരു നാളിൽ കണ്ണീര് വടിച്ചെടുത്തുലയിൽ ഉരുക്കടിച്ചെടുത്തതാണ് ഈ തങ്കം. തുമിഞ്ഞ് പതഞ്ഞൊഴുകിടും ഈ ചില്ലിൻ ഗ്ലാസിൽ നിറഞ്ഞൊരുള്ളോടൽപ്പം മോന്തി നിൽക്കട്ടെ വൃദ്ധൻ. സന്തുഷ്ട ജീവല കുടുംബത്ത് ഐശ്വര്യത്തിൻ പനന്തത്തകൾ പാറിപ്പറന്നേറട്ടെ വാനിൽ. സന്തുഷ്ട കൃഷീവല കുടുംബത്ത് ഐശ്വര്യത്തിൻ പനന്തത്തകൾ പാറിപ്പറന്നേറട്ടെ വാനിൽ. നമസ്കാരം. ഞാൻ ഉദ്ഘാടനം ചെയ്തോളൂ മാത്രം പറഞ്ഞിട്ട് പോകാൻ എന്റെ മനസ്സിലൊരിക്കാനുണ്ട്. 1-2 മിനിറ്റൊക്കെ സംസാരിക്കാനുള്ള സൗകര്യം അല്ലേ കിട്ടൂലേ? കൂടുതൽ സമയം എടുക്കില്ല. അപ്പൊ കവിത ചേർന്നായിരിക്കും. ഇപ്പൊ നമ്മള് പാലാരിയോട് ഞാൻ പാലാരിന്ന് വരുന്നത് പെട്ടിരുത്തി വഴി നടന്നു പോരുകയാണെങ്കിൽ ഒരു 100 ആളെ കണ്ടാൽ അതിൽ 90 പേര് കവികളാണ്. ഇപ്പൊ ഒരിക്കൽ ചങ്ങമ്പുഴ തന്നെ പ്രസ്താവിച്ചായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുണ്ട്. ആ കാലത്ത് 100 ചില്ലുവാനും കവികൾ എടുപ്പുണ്ടായിരുന്നതാണ്. പക്ഷെ ഒരു ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെയും ഇടപ്പള്ളി രാഘവപിള്ളയും മാത്രമേ സാഹിത്യകാരന്മാർ അറിയുന്നുള്ളൂ. അതിന് കാരണം പലരും ഈ അനുകരണമായിട്ട് മറ്റവരെഴുതുന്നുണ്ടോ എഴുതുക, ഇതുകൊണ്ടെന്തെങ്കിലും എഴുതുന്നത് തോന്നാതെ എഴുതണ്ട. കവിതയെ പറ്റി ആരും മതശിക്ഷയ്ക്ക് വിധിക്കൊന്നുമില്ല. കവിത എഴുതുന്ന നിർബന്ധമായിട്ട് കവിത എഴുതാത്തവൻ മനുഷ്യനല്ല, അങ്ങനെ ഒരു പ്രസ്താവനയൊന്നും ആരും നടക്കേണ്ടില്ല. അപ്പോൾ തനിക്ക് എഴുതണമെന്ന് തോന്നിയാൽ എഴുതാതെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ മാത്രം എഴുതുക. എഴുതി പല പ്രാവശ്യം വായിച്ച് തനിക്ക് ബോധ്യം വന്നാലേ വേറെ ആൾ കാണിക്കാവുള്ളൂ. തനിക്ക് അറിവുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കാണിക്കുന്നത് കൊള്ളാം, അല്ലാതെ കൊണ്ട് പരിഹാസനാവുക ചെയ്യുന്നത്. അപ്പോ ഈ കവികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകള് കവികളാണോ എന്ന് നിർണയിക്കുന്ന കാലമാണ്. അവരല്ല, ആ കാലത്തെ ആളുകളുമല്ല, അവർക്ക് ശേഷം വരുന്ന തലമുറയാണ്. അപ്പൊ കവിത എഴുതുന്നതിന് അല്ലെങ്കിൽ സാഹിത്യ കൃതി രചിക്കുന്നതിന് കവിത എന്താണെന്ന് പറഞ്ഞുള്ളൂ. ശക്തി, നിപുണത, അഭ്യാസം, ഈ 3 ഘടകങ്ങളാണ് കാവ്യാചാര്യന്മാര് നിരൂപണ ബുദ്ധിയ പറഞ്ഞിട്ടുള്ളത്. ശക്തി എന്ന് പറയുന്നത് ഈശ്വരൻ കൊടുക്കുന്നതാണ്, തന്നത്തെ ജന്മനാ തന്നെ കിട്ടുന്നതാണ്. അച്ഛനമ്മമാരല്ല, ഈശ്വരൻ കൊടുക്കുന്നതാണ്. ആ ശക്തി ഇല്ലാത്ത ആൾ എത്ര ബുദ്ധിമുട്ടിയാലും പരിഹാസമാവുകയുള്ളൂ. നിപുണത എന്ന് പറയുന്നത് വളരെ കാലത്തെ അഭ്യാസം കൊണ്ടും
പ്രയോഗം കൊണ്ടും ഇയാളെ ആർജിക്കുന്ന ഒരു നൈപുണ്യമാണ്. അഭ്യാസം എന്ന് പറയുന്നത് അനേകം പേരുടെ കൃതികൾ വായിക്കുകയും അത് തന്റെ കൃതിയിൽ വെച്ച് താരതമ്യപ്പെടുത്തുകയും തന്റെ കൃതിയിലെ പോരായ്മകൾ തന്നെത്താൻ കണ്ടുപിടിക്കുകയും അത് തിരുത്തിയിട്ട് വേറെ അഭ്യാസ നിപുണനായ ഒരാളെ കാണിക്കുകയും ഒക്കെ ചെയ്ത് അത് കുറെ ചേർത്ത് കിട്ടിയിട്ട് അവതരിപ്പിക്കുക. അപ്പൊ അങ്ങനെ വന്നാലേ ആ ആള് കവിയായിട്ട് വളർന്നു വരികയുള്ളൂ. കവികൾ ധാരാളം ഉള്ളത് കൊണ്ട് നമ്മൾ സന്തോഷിക്കേണ്ട എന്ന് പറയാൻ കൂടിയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇക്കാലത്ത് വൃത്തവും ഇല്ല, ചതുരവും ഇല്ല, ദീർഘചതുരവും ഇല്ല, ഒന്നുമില്ലാത്ത രൂപത്തില്, അതായത് 2 ഗദ്യ വാചകം എഴുതിയിട്ട് അത് വെട്ടി മുറിച്ചിട്ട് അത് 2-3 അക്ഷരങ്ങൾ 2-3 വാക്കുകൾ നേരത്തെ പിടിച്ച് പറയുക. അതിന് കുറച്ച് സെക്സ് കുത്തി നിറച്ചാൽ അവൻ ഉത്തമ കവിയായി, അത്യാധുനികനായി. അതിനകത്ത് വേണ്ടാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ വേണ്ടതാണെങ്കിലും സാഹിത്യത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ടാത്ത രൂപത്തിൽ മറ്റുള്ളവരെ വഷളാക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രവണത അത് ചെറുകഥയിലുണ്ട്. ഇപ്പൊ ചെറുകഥ വായിച്ചാൽ ഒരുമാതിരി പ്രബന്ധം വായിക്കുന്ന പോലെ പുതിയ ചെറുകഥകളൊക്കെ എടുത്താലേ എന്റെ സുഹൃത്തുക്കൾ തന്നെ എഴുതി ചില ചെറുകഥ വായിച്ചിട്ട് എങ്ങനെയുണ്ട്, എന്റെ കഥ വായിച്ചോ? വായിച്ചു, എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല എന്നല്ലാതെ നമ്മൾ എങ്ങനെ അയാളുടെ ഇത്രയും നാളത്തെ പരിചയം വെച്ചുകൊണ്ട് ഈ കഥ മോശമാണ്, ഇങ്ങനത്തെ കഥ താൻ എഴുതരുത്, ഇത് ആർക്കും പ്രയോജനമില്ല, തനിക്കും പ്രയോജനമില്ല, ഭാവിയിൽ ഇത് നിലനിൽക്കുകയില്ല, മറ്റുള്ളവരെ ദൂഷിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അയാൾ തല്ലില്ലെങ്കിലും അയാൾക്ക് നിത്യമായിട്ട് നമ്മളോട് വിരോധം ഉണ്ടാകും. അപ്പൊ കഴിയുന്നതും അവനവനെ തന്നെ ശോധന ചെയ്തിട്ട് അവനവൻ തന്നെ ബോധ്യം വന്നിട്ട് വേണം കഥത്തിൽ അവതരിപ്പിക്കാൻ. ഞാനൊക്കെ കവിത അവതരിപ്പിക്കാനുണ്ട്, ഒരു നാണംകെട്ട പരിപാടിയാണ്. കാരണം എന്തറിയാമോ, നമുക്ക് ലജ്ജയില്ലെങ്കിൽ എന്തും പറയാം. ദർശിക്കരുത് കവിതയല്ലാത്ത സാധനം കവിതയെന്ന് പറഞ്ഞ് വായിച്ച് ആളുകളെ കബളിപ്പിക്കുകയാണ്. അതാണ് മിക്കവാറും കവി സദസ്സുകളിൽ നടക്കുന്നത്. ഇതിനൊരു വിരാമം വരണമെങ്കിൽ ശരിക്ക് മിടുക്കന്മാരായ പ്രഗത്ഭന്മാരായ ആളുകളുടെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുക. അതായത് ഞാനിങ്ങനെ സാധനം എഴുതിയാൽ കൊള്ളാമോ, ഉള്ളിലൊരു കീർത്തണം, എന്തിനാ സൂക്ഷിച്ചത്? അപ്പൊ അങ്ങനെ തന്നെയെല്ലാം അനേകം പ്രാവശ്യം എഴുതി വെട്ടിത്തിരുത്തി താൻ സ്വന്തം കുഞ്ഞുങ്ങളുടെ സ്നേഹവും ഓരോ ലൈൻസിനോട് കാണിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മക്കളത്തെ ഈറ്റിയാൻ പറയില്ലല്ലോ. അപ്പൊ നമ്മൾ എഴുതുന്ന കവിതയൊക്കെ നല്ലതല്ല നമുക്ക് തോന്നരുത്, അതൊരു ചീത്ത സ്വഭാവം. ഞാൻ എഴുതിയതൊക്കെ നല്ലത്, എന്റെയൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു. ആ സ്വഭാവം കൊണ്ടാണ് കവികൾ ഉണ്ടാകുന്നത്. സാഹിത്യകാരന്മാർ എല്ലാവർക്കും ബാധകൻ. ഞാനിപ്പോ ഇതെല്ലാം തീർന്ന കവിതകളാണ് അല്ലാണ്ട് വായിക്കുന്നത്. ഞാനൊരു കുറ്റക്കാരനാണ്, ശരിയില്ല. ഞാൻ ഇവിടെ നേരത്തെ മത്സരത്തിന് വായിച്ച കവിതയല്ല, ഒരു ചെറിയ കവിത. ഇതങ്ങനെ കവിത എഴുതാനായിട്ട് പർപ്പസ്ലി ആയിട്ട് ഇരുന്ന് എഴുതിയതല്ല. ടി വിയിൽ ഒരു പരിപാടി കണ്ടപ്പോ മഴ പെയ്യുന്നു, 2 കൊച്ചുകുട്ടികൾ പറഞ്ഞിട്ട് ഇത് മഴയാണല്ലോ, ഇത് എവിടുന്ന് പെയ്യുന്നത്, അയ്യോ ഇതെപ്പോ നിൽക്കും എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ ഇതിനെ ഉത്കണ്ഠ കാണിക്കുന്ന ഒരു രംഗം കാണുകയുണ്ടായി. പെട്ടെന്ന് തന്നെ മനസ്സിൽ തോന്നിയൊരു ആശയമായിരുന്നു അത് എഴുതിയിരിക്കുന്നത്. ഒരു മഴത്തുള്ളിയുടെ ആത്മകഥ. മഴത്തുള്ളി അതിന്റെ ഉത്ഭവത്തെ കുറിച്ചും അതിന്റെ പരിണാമത്തെ കുറിച്ചും അതിന്റെ അവസ്ഥയെ കുറിച്ചും ചിന്തിച്ചാൽ എന്താണ് അതിന്റെ ചിന്തയിൽ വരുന്നത് എന്ന് സങ്കല്പിച്ചുകൊണ്ട് എഴുതിയതാണ്. എത്ര കവിതയെടുത്ത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിരുപകാരനായ തോമസ് ഫെർണാണ്ടസ് പോലുള്ള ആളുകൾ ഒക്കെ ഇരിക്കുമ്പോ പേടിച്ച് വായിക്കാൻ പറ്റുമോ? അപ്പൊ മേഘങ്ങൾ മച്ചിട്ട് വാനത്തും തങ്ങാതെ താഴത്തു വീണ് തരത്തും മഴത്തുള്ളികൾ മൗനമായി ചൊല്ലുകയോ പിടിവിട്ട തള്ളയെ വേർപെട്ട കുഞ്ഞുപോലും പിടയും നേരം ഓരോ വിധി എന്തു പറയുവാൻ ചിന്തിക്കാൻ പാരാവാരപ്പരപ്പിക്ക നിങ്ങളെ പാഞ്ഞു പറഞ്ഞു കഴിഞ്ഞ നാൾ പോയി മേലോട്ട് ഉയർന്നുപോയി നിനക്കാതൊരു ദിനം താഴേക്ക് പിന്നീട് കുമ്പുകുത്തി തീരെ നിലയാതിരിക്കത്താൻ അവിചാരിതമായി ആരും ഭ്രമിക്കേണ്ട, വരുവാനുള്ളതൊക്കെ വഴിയേ വരും, അന്നാൾ വരുന്നത് വന്നോട്ടെ, സുഖമായിരിക്കുക, പോംവഴി പോകട്ടെ, നേരെ ഒലിച്ചു ചെന്ന് എങ്ങോട്ട് ചേരുമോ, ഒട്ടക്കുളത്തിലോ തോട്ടിലോ കായൽ പരപ്പിലേക്കോ,
അല്ലെങ്കിൽ കാട്ടാറൻകൂട്ടിലെയോ ആറ്റിനിറമ്പിലേക്കോ വീണ്ടും അതേപടി ജീവിതചക്രത്തിൽ തിരികത്ത് എത്തുക കടലിലേക്കോ അറിയില്ല പലതും. അതല്ല, സർവവും പിടികിട്ടാത്ത കാര്യങ്ങൾ അത്രേ പോവിൽ. എല്ലാം അനിശ്ചിതം. പങ്കജീവൻ സൃഷ്ടിച്ച കയ്യിനെ പിടികിട്ടുള്ളൂ. എപ്പോൾ തിരിയണം, എത്ര വേഗത്തിൽ, അത് എത്ര നേരത്തേക്കെന്ന പോലെ ചക്രം തിരിക്കുന്ന കയ്യിനുടമ ആ കാലപ്രവാഹത്തിൽ തേരാളിയായി നീളച്ചരിക്കും പരമാത്മാ ചൈതന്യമഹീയം പ്രഭുതൻ പ്രഭുത്വമെല്ലാം. രണ്ട് കൈ കുപ്പിയിരിക്കുക മാത്രമേ കരണീയം. നമ്മൾക്കത് എത്രയും കേമത്വം കാട്ടുപോലാകിലും കാലചക്രഭ്രമം കണ്ടു മടുത്തുതൻ കാലം കഴിക്കലേ തവർക്കും എഴുതാവും. നിങ്ങളുടെ എല്ലാ അനുഭവത്തോടു കൂടി ഈ കമ്മീഷൻ കണ്ടം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഞാൻ ചോദിച്ചു വാങ്ങിച്ച 2 മിനിറ്റാണ്. ശ്രീ രാധാകൃഷ്ണൻ മാസ്റ്റർ കാലമായിട്ട് എനിക്കറിയാം. നോവലിസ്റ്റ് എന്ന രൂപത്തിൽ ആണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ശാസ്ത്രകാരനാണ്, ശാസ്ത്ര രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. വലിയ ഉന്നതമായ സ്ഥാനത്ത് ഉണ്ടായിരുന്ന ജോലി രാജിവെച്ച് എഴുത്തിനായിട്ട് പുറത്തിറങ്ങിയ ആളാണ്. ഇതെല്ലാം എനിക്കറിയാം, എല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് മാതൃഭൂമിയിലെ അകത്തെ ഫുൾ പേജുകൾ വായിച്ചപ്പോൾ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. വാസ്തവത്തിൽ വലിയൊരു ബോംബിടലാണ് നടത്തിയത് രാധാകൃഷ്ണൻ മാസ്റ്റർ. കാരണം നമ്മുടെ ഇന്ന് വരെയുള്ള പ്രപഞ്ച രഹസ്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ മുഴുവൻ ഇളക്കി മറിക്കുന്നതാണ്. ഇതെല്ലാം തകിടം മറിക്കുന്ന രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളാണ്. അതായത് ശൂന്യതയിൽ നിന്ന് ജീവജാലങ്ങളെല്ലാം പുറപ്പെട്ട് ഒരു പരിധി എത്തിക്കഴിയുമ്പോൾ അവ ജീവത്തായി മാറി മരണം കൊണ്ട് വീണ്ടും ശൂന്യതയിലേക്ക് പോകുന്നുണ്ട്. ഈ ഉപനിഷത്തുകളില് അത് എഴുതിയ ആളുകള്, സിദ്ധന്മാരായ യോഗികള് എഴുതിയിരിക്കുന്നത് ഈശ്വരനെ അന്വേഷിച്ചിട്ട് പുറപ്പെട്ടിട്ട് ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഇതാണ് ഈശ്വരൻ, നേതി ഇതല്ല. അടുത്തത് നോക്കിയിട്ട് നേതി ഇതല്ല, ഇവിടെയുമല്ല അവിടെയല്ല, ഇവിടെ ഈശ്വരൻ. നിരീശ്വരമാണെന്നല്ല ഈ പറയുന്നത്. അപ്പോ ഈശ്വരനെ കണ്ടുപിടിക്കാനുള്ള ഒരു യാത്രയാണ് ഉപനിഷത്തുകൾക്ക് വായിച്ച് കിട്ടുന്നതാണ്. എന്റെ പരിമിതമായ അറിവുകൊണ്ട് എനിക്ക് മനസ്സിലായതാണ്. ഇത് ഈ രാധാകൃഷ്ണൻ മാഷ് ഒരു സബ്യസാചിയാണെന്ന് ഞാൻ പറയുകയാണ്. ഞാൻ പറയുകയല്ല, അങ്ങനെയാണ് സത്യം. കാരണം 2 കൈ കൊണ്ടും അമ്പ ചെയ്യുന്ന ആളെയാണ് മഹാഭാരതത്തിലെ അർജുനനെ സബ്യസാചി എന്ന് വിളിക്കുന്നത്. വേറെ ആരും വിളിക്കുന്നില്ല. മഹാഭാരതത്തില് അർജുനനെ വ്യാസഭഗവാൻ അവതരിപ്പിക്കുന്നത് സബ്യസാചി, 2 കൈ കൊണ്ട് അമ്പെറിയുന്നതാണ്. ശാസ്ത്രവും സാഹിത്യവും വാസ്തവത്തിൽ വിജ്ഞാനത്തിന്റെ 2 ശാഖകളാണ്. 2 കൈയായിട്ട് നിൽക്കുകയാണ്. ഇത് 2 ഏകോപിപ്പിച്ച് 2 കൈവശമാക്കി കൊണ്ടുപോകാൻ സാധിക്കുന്ന അസാധാരണന്മാരായ ആളുകളെ ഉള്ളൂ. ഇപ്പോൾ ഡോക്ടർ കെ ബഷീർ നായർ ശാസ്ത്രം പഠിപ്പിച്ച ആൾ ജീവകാലത്ത്, ഡയറക്ടർ കൃഷ്ണനായ അദ്ദേഹം നല്ല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, നല്ല ഭാഷയൊക്കെയുണ്ട്. പക്ഷെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. എത്രയോ 10 ഭാഷ അറിയാവുന്ന ആളായിരുന്നു അദ്ദേഹം. ശാസ്ത്രീയ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ മഹാരാജ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിസിക്സ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഒട്ടും പാറ്റും ടൈം ഓവർകോട്ടും ഒക്കെ ഇട്ട് മാഷന്മാർ നടക്കുന്നത് കണ്ടാൽ അവർ വലിയ ശാസ്ത്രകാരന്മാരെ എന്തോ കണ്ടുപിടിച്ചെന്നുള്ള രീതിയിലാണ്. ഞാൻ അന്നൊക്കെ മാഷന്മാരോട് അടുത്ത് പെരുമാറാൻ പേടിയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് പഠിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഒരു മാഷിന്റെ ഗവൺമെന്റ് ഞാൻ ചോദിച്ചു, സാർ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ട്? അപ്പൊ അദ്ദേഹം ഹൈഡ്രജൻ ഒരു ഹൈഡ്രജൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ അത് ഈ സിംഗ് ഈ ഭാഷ കണ്ടുപിടിച്ചാല, ഹൈഡ്രജൻ ഈ ഭാഷ കണ്ടുപിടിച്ചാൽ എന്തെങ്കിലും കണ്ടുപിടിക്കുന്ന ആളാണ് ശാസ്ത്രജ്ഞൻ. വാസ്തവത്തിൽ നോബൽ സമ്മാനാർഹനായ ഒരാളായിരിക്കുന്നത്. ഈശ്വരൻ സജീവനാണെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം അർഹനാണ്. കിട്ടുമെന്ന് ഞാൻ 3 പ്രാവശ്യം കിട്ടുമെന്നുള്ളതാണ് നോബൽ സമ്മാനത്തിന് അർഹനാണ്. പക്ഷെ നമ്മുടെ ഈ കേരളത്തിൽ ഒരാൾ എത്ര കഴിവുള്ളവനാണെങ്കിലും
ആ ആളെ പ്രൊജക്ട് ചെയ്ത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരു സംവിധാനവുമില്ല. അപ്പൊ മാതൃഭൂമി ആ ലേഖനം എഴുതിയത് എനിക്ക് വളരെ സന്തോഷം തോന്നി. അർഹതയുള്ള ഒരാളെ അംഗീകരിക്കാൻ, അത് ലോകത്തെ മുഴുവൻ അറിയിക്കാനായിട്ട് തയ്യാറായല്ലോ. അതിനുള്ള സന്തോഷം കൊണ്ട്, അഭിനന്ദനം കൊണ്ട് അത് അറിയിക്കാനാണ് ഞാൻ ഇവിടെ 2 വാക്ക് വേണമെന്ന് ചോദിച്ച് വാങ്ങിച്ചത്. അദ്ദേഹത്തിന്റെ നോവലുകൾ ഞാൻ വായിച്ചത് 1965 മാരേജ് കോളേജിൽ പഠിക്കുമ്പോഴാണ്. ആദ്യത്തെ നിഴൽപ്പാടുകൾ ചെറിയ പുസ്തകമാണ്, ചെറിയ നോവൽ, പക്ഷെ ഇത് മനോഹരമാണെന്ന് അറിയാമോ. അരിജസ് വന്നതികൾ നന്ദി, മുമ്പേ പറക്കുന്ന പക്ഷികൾ, കടഞ്ഞ തിരുമധുരം, ഇങ്ങനെയുള്ള വളരെ അധികം പ്രാഗൽഭ്യം നേടിയ എഴുത്തുകാർക്ക് മാത്രം സാധിക്കുന്ന രീതിയിലുള്ള മനോഹരങ്ങളായ ദാർശനിക തലമുള്ള നോവലുകൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. മലയാള നോവൽ സാഹിത്യത്തിന്റെ നിലയിൽ തന്നെ മുൻനിരയിൽ വെക്കാവുന്ന പുസ്തകങ്ങളാണ്. അങ്ങനെയുള്ള ഒരു വലിയ ആളെയാണ് നമുക്ക് ഈ ചെറിയ വായനശാലയുടെ ഈ നമ്മൾ ചെറിയ ആളുകൾ സന്നിധിയിൽ കിട്ടിയിരിക്കുന്നത്. നമ്മളിന്ന് വളരെയധികം ആരാധ്യരായി തീർന്നിരിക്കുകയാണ്, നമ്മളെ ആരാധ്യരായി തീർന്നിരിക്കുന്നത്, നമ്മളെ ബഹുമാനിതരായി തീർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാഗ്യങ്ങളും നേരുന്നു. ജഗദീശ്വരത്തിന് ദീർഘായുസും ആരോഗ്യവും ഐശ്വര്യവും ഇനിയും അനേകം കണ്ടുപിടുത്തങ്ങൾക്ക് ഉള്ള അവസരങ്ങൾക്കൊക്കെ ലോകമെന്ന് അറിയുന്ന ശാസ്ത്രകാരെന്ന് അഭിനന്ദിച്ചുകൊണ്ട് ഞാനത് കണ്ടുപിടിക്കുന്നു. അടുത്തത് മാന്യശാസ്ത്രി, നമസ്കാരം. ഒരു ചെറിയ കവിത വായിച്ചിട്ട് പോകാനായിട്ട് വന്ന എൻ്റെ തലയിൽ വലിയൊരു ഭാരം എടുത്ത് വച്ചത് പ്രശസ്ത സാഹിത്യകാരനും ശാസ്ത്രജ്ഞനും സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പ്രസിഡന്റുമായ ശ്രീ രാധാകൃഷ്ണൻ മാസ്റ്റർ അവരാണ്. അദ്ദേഹത്തെ പോലെ ഒരു മഹാനുഭാവനായ ആള് പറയുന്നതിന് എതിര് നിൽക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ സമ്മതിച്ചതാണ്. ഒരു കവിസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ കവിതയെക്കുറിച്ച് പറയേണ്ടത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പോൾ കവിത എഴുതാത്ത ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയം. 100 പേരുണ്ടെങ്കിൽ 90 പേരും കവിത എഴുതിയവരാണ്. കവിത എന്നുള്ള അർത്ഥത്തിലെടുത്താൽ അതിലെത്ര എണ്ണം അർഹത പുലർത്തുന്നു എന്ന സംശയം ഉണ്ടാകും. ശക്തിയും നിപുണതയും അഭ്യാസവും ഒത്തുചേർത്താലേ ഉത്തമ കവിത എഴുതാൻ സാധ്യമാകും എന്ന് ആചാര്യന്മാർ എഴുതി വച്ചിട്ടുണ്ട്. ഇന്ന് പലരും ഒരു എളുപ്പവിദ്യയായിട്ട് എടുത്തിരിക്കുകയാണ് കവിത എഴുതുക എന്നുള്ളത്. വലിയ മഹാന്മാരായ ആളുകൾ പോലും കവിത എഴുതിയിട്ട് അത് വേണ്ട, എൻ്റെ രംഗം അതല്ല എന്ന് കരുതി കെട്ടിടത്തിലേക്ക് തിരിഞ്ഞവരുണ്ട്. അതിലൊരു പ്രധാന ആളാണ് രാധാകൃഷ്ണൻ മാസ്റ്റർ തന്നെ. ആദ്യകാലത്ത് കവിത എഴുതി തുടങ്ങിയ ആളാണ്. എൻ്റെ രംഗം അതല്ല, എനിക്ക് അതിലും നല്ല രംഗമുണ്ട് എന്ന് കരുതി ചെറിയ തീരെയും നോവലിലെയും രംഗത്തേക്ക് കടന്ന ഒരു മഹാനാണ് അദ്ദേഹം. കവിത ഇപ്പോൾ എടപ്പള്ളി എന്ന സ്ഥലത്ത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും എടപ്പള്ളി രാമപിള്ളയും ജീവിച്ചിരുന്ന കാലത്ത് 100 ചില്ലുവാനും കവികൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ചങ്ങമ്പുഴ തന്നെ ഒരു പ്രസംഗത്തിൽ കോട്ടയത്ത് വെച്ച് പ്രസ്താവിച്ചത്. പുരോഗമന സാഹിത്യ സംഘടനയുടെ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം അധ്യക്ഷം വഹിച്ചുകൊണ്ട് പ്രസംഗിച്ചത് പുസ്തകമായിട്ട് സാഹിത്യ ചിന്തകൾ എന്ന പേരിൽ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. 100 ചില്ലുവാനും കവികളുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരു ചങ്ങമ്പുഴയും ഒരു എടപ്പള്ളി രാമപിള്ളയും മാത്രമേ നമ്മൾ അറിയപ്പെടുന്നുള്ളൂ. കാരണം കാലത്തെ അതിജീവിക്കുന്ന സഹൃദയന്മാരുടെ ഹൃദയത്തെ ആഹ്ലാദത്തിൽ മുക്കി താഴ്ത്തുന്ന എന്തെങ്കിലും പ്രമേയം അവതരിപ്പിക്കാൻ കഴിവ് അത് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കവിത നിലനിൽക്കും. ഒരു എന്തെഴുതുമ്പോഴും ഹൃദയത്തിന്റെ ആഴത്തിൽ കൊള്ളുന്ന ആശയങ്ങള്, ഹൃദയത്തിന്റെ ആഴത്തിൽ കൊള്ളുന്ന ചിന്തകള് അതിനകത്തുണ്ടെങ്കിൽ, അത് ജീവിത ഗന്ധിയാണെങ്കിൽ, അത് കാലങ്ങൾക്ക് അപ്പുറത്ത് അറിയപ്പെടേണ്ടതാണെങ്കിൽ അങ്ങനെയുള്ള കവിത ദീർഘകാലം ജീവിച്ചിരിക്കും എന്ന് പറയേണ്ടി വരും. ഒരു കവി തൻ്റെ ചുറ്റുപാടും നടക്കുന്നത് എന്താണ്, തൻ്റെ ചുറ്റുപാടിൽ എന്താ ഉള്ളത്, താൻ എന്തിനെക്കുറിച്ചാണ് വായനക്കാർക്ക് പകർന്നു കൊടുക്കേണ്ടത് എന്ന് നല്ല ബോധം ഉള്ള ആളായിരിക്കണം.
അല്ലാത്ത ആൾ എഴുതിയാൽ അത് പലപ്പോഴും ഉപരിപ്ലവമായിട്ട് മാറിപ്പോകും. അത് ഹൃദയക്ഷമം ആകണമെന്നില്ല. ഇന്നിപ്പോ കവി സമ്മേളനങ്ങളിലുള്ള കവിതകൾ കേൾക്കുമ്പോൾ വളരെ ജുഗുപ്സാവഹമായ ഒരു ഭാവം ഈ കേൾവിക്കാരിൽ ഉണ്ടാക്കാനിടയുണ്ട്. കാരണം വെറും നിസ്സാരമായ ഗദ്യം യാതൊരു സങ്കോചവും കൂടാതെ സദസ്സിൽ വന്ന് വായിച്ച് അവനവൻ തന്നെ ചിരിച്ച് രസിച്ചു പോവുക, അങ്ങനെ ഉള്ളൊരു രംഗം കാണുന്നുണ്ട്. വളരെ അപഹാസ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആരും ഒന്നും പറയാറില്ല എന്നുള്ളൂ. പലരും അവനവൻ തന്നെ മനസ്സിലാക്കി പിന്മാറുകയാണ് ചെയ്യേണ്ടത്. തനിക്ക് ഇതിന് കഴിവില്ല എന്ന് കണ്ടാൽ ആ രംഗത്തേക്ക് വരാണ്ടിരിക്കുകയാണ് വേണ്ടത്. വലിയ ആളുകള് കവിത ഗദ്യത്തിൽ എഴുതിയവരുണ്ട്. ഇപ്പൊ ശലോമോന്റെ സദൃശ്യവാക്യങ്ങളൊക്കെ, ദാവീദിന്റെ സങ്കീർത്തനമൊക്കെ ബൈബിളിൽ തന്നെ ഒന്നാം തരം ഗദ്യ കവിതകളാണ്. അതുപോലെ ടാഗോറിന്റെ ഗീതാഞ്ജലി അതിമനോഹരമായ ഗദ്യ കവിതയാണെന്ന് പറയാം. അതുപോലെ എഴുതുന്ന ആളുകളുണ്ട്. നല്ല ഗദ്യത്തില് കവിത എഴുതുന്ന ആളുകൾ, സെബാസ്റ്റ്യനെ പോലുള്ള ആളുകൾ അതിമനോഹരമായ അർത്ഥതലങ്ങളുള്ള വാചകങ്ങള് ഗദ്യത്തിലാണെങ്കിലും അത് കാവ്യാത്മകമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുന്ന അസാധാരണ സ്ഥിതിവിശേഷമുള്ള ആളുകള് എഴുതട്ടെ ഗദ്യത്തില്. അല്ലാത്തവരെ വളരെ അപഹാസ്യരായി തീരുകയുള്ളൂ. അവർക്കും ഗുണമില്ല, കേൾവിക്കാർക്കും ഗുണമില്ല. എല്ലാ തരത്തെയും ഈ സാഹിത്യത്തിന്റെ രംഗം ശോചനീയ അവസ്ഥയിലേക്ക് മാറ്റി നിർത്തുക എന്ന ഒരു ഗതികേട് മാത്രമേ അവർക്ക് സമ്മാനിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും കവികള് മറ്റുള്ളവരെ കണ്ട് അവരുടെ മനോഭാവം എന്താണെന്ന് മനസ്സിലാക്കി പിന്മാറേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. ഗദ്യത്തിൽ നല്ല ചമത്കാരകാരകമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്ന ആളുകള് എന്തിനാണ് ഈ ഗദ്യം ഉപേക്ഷിച്ച് കവിത എന്ന പേര് ലേബൽ കൊടുത്ത് ഗദ്യത്തിൽ വളരെ ശോചനീയമായ അവസ്ഥയിൽ ഏതാനും വാചകങ്ങൾ എഴുതി ആളുകളെ ഭ്രമിപ്പിക്കുന്നത്, ആളുകളെ വിഷമിപ്പിക്കുന്നത് എന്ന് ചോദിക്കാൻ എനിക്ക് തോന്നുകയാണ്. കവികള് പലപ്പോഴും നല്ല ആയുർവേദിക ജീവിത ദർശനമുള്ളവരാണെങ്കിൽ അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി അടുത്ത കാലഘട്ടത്തിന് വേണ്ടി എന്തെങ്കിലും സംഭാവന ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്ന സന്ദർഭമില്ല ഇത്. കാരണം 10-30 കവികൾ കവിത വായിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഉദ്ഘാടന രൂപത്തിൽ ഏതാനും വാക്കുകൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ കവിത വായിക്കാൻ നോക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഈ കവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഒരു ചെറിയ കവിത. പുഴയൊഴുകും വഴി ഓരോ വഴിക്കും ഓടിത്തൊടുവിൽ ഓടിത്തളർന്ന് തകർന്ന് ഒഴുകും പുഴ ഉയർത്തിയിടുന്നൊരോളം ഏതോ കൈത്തോടിനുള്ളിലൂടെ ഒഴുകിയെത്തി അറിയാത്ത വഴിയൂടെ വാഞ്ഞു നീങ്ങാം മതിമോഹ സ്വപ്നശതങ്ങളോടെ. മതിവരെ ഓടിക്കിതച്ച് ഒടുവിൽ ഗതികെത്തു ചേരുന്നതെന്ന് അതൊന്നും പിടികിട്ടുകില്ലിവിടെ ആർക്കും എന്തും. പിടികൊടുക്കാതെ ഉടറിയോടി പടികടന്നോനും കടന്നിടണം കടകത്തേക്കുള്ള യാത്ര അന്ത്യം. അതുവരെ ഓടിത്തളർന്ന് അണച്ചങ്ങ് അതുലമാം വേഷവിധാനമോടെ മതിമാനെന്നോർത്തു തെളിഞ്ഞതെല്ലാം ഗതിയട്ടതില്ലെന്നരികിൽ എന്തേ ഗതി. പിന്നെ ചിലർ അക്കരയ്ക്ക് നീന്തും, ചിലർ മുങ്ങിത്താഴും, ചിലർ അണയ്ക്കും, ചിലർ യേശുമുമ്പിൽ ശീമോൻ കണക്കിൽ നടന്നുറന്നിടും കരയിലെ പോൽ. കരകടന്ന് അക്കരെ പുളകവൈപ്പിൽ നന്ദനത്തോപ്പിലേറിയേറ്റം മതമോടെ മരുമങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കിയിടും ആ ദിവ്യരൂപം. അകരാരിൽ നേരിട്ട് കണ്ടിടുന്ന ഒരു അതികൃച്ഛം സാധ്യമാർഗം വിലയേറും ഈ
ജന്മം മുന്തിരിത്തോപ്പാകുന്ന നാളിൽ ഫലങ്ങൾ കഴിക്കാൻ കടയോട് ചേരുന്ന തണ്ടുകളായി തളിരിട്ട് പൂത്ത് പുളച്ചു നിൽക്കാൻ മുകളിലെ കൈ തന്നെ കനിവിയെന്ന് പിടിമുറുക്കേണം നടത്തിടണം. പണിയാണ് ഈ മോഹനമധ്യജന്മം. പാഴായിക്കളയാതെ നല്ലപോലെ വിജയിക്കാൻ സഫലമായി തീർന്നിടുവാൻ സകലതും സർവേശകരവിരുദിൻ സാമർഥ്യമെന്നാണ്. അതോർക്കിൽ ഏറ്റവും ആരാധ്യനായവനെ കൂപ്പും ആരും. നമസ്കാരം. വിലയേറും സ്വപ്നങ്ങൾ ഊരിമാറ്റി ക്ഷമതലാബദ്ധം പുതിയാനകൾ വാരി വലിച്ചണിയിച്ചൊരുങ്ങി വാരിതിൽ നമ്മൾ പുറത്തിറങ്ങും. കൊതിയോടെ വാരിപ്പുണർന്നതെല്ലാം ഗതിവിട്ട് നമ്മെ വിട്ടകലുമ്പോൾ നമ്മളും നമ്മിലെ പാഴ്ക്കിനാവും മാത്രമായി ശേഷിക്കെ കൺതുറക്കും. ഓരോ വിനാവും വലിച്ചിഴച്ച് നമ്മെ കണ്ടാക്കിയ വൻമതിലിൻ അകമേ നാം ചുമ്മാതലഞ്ഞു തൂങ്ങി തപ്പിത്തിരികയാണ് യാഥാർത്ഥ്യങ്ങൾ. കാറ്റിനും കോളിനും സാധ്യമാം ആ ചിക്കിത്തിരയിലും അടിയൊഴുക്കും ചിതരൻ വാരിധി തകിടം മറിച്ച് അട്ടിമറിക്കുന്ന കാഴ്ച കാണാം. സ്വപ്നങ്ങളൊക്കെയും ചേതോഹരം, യാഥാർത്ഥ്യം എത്രയോ ദൂരെ മാറി ഉടപിടിച്ചുടരുന്നു. വെയിലിൽ മങ്ങി തളരുന്ന മെയ്യാൽ വിയർപ്പിൽ മുങ്ങി. വിധികൾ നിറഞ്ഞു വിതുമ്പും ചിത്തത്തളിൽ ഇളക്കിയിടുന്ന കഥനച്ചൂടിൽ ആഞ്ഞാഞ്ഞ് അടിച്ചിടും ഉഷ്ണക്കാറ്റിൽ ചൂടിൽ തളർന്നു വലഞ്ഞു നിൽക്കെ കൺപോള ചറ്റം നടച്ച് ദുഃഖക്കരികൽപ്പാടിൽ കുഴങ്ങി നീറി ഉലകങ്ങൾ ദുഃഖാത്ത ഭൂമരത്തിൽ താഴ്ന്നേടി അലയും പ്രധാനിലത്രേ. സ്നേഹമില്ലായിരുന്നെങ്കിൽ ഞാൻ 1 മണിക്കൂർ പ്രസംഗിക്കുകയായിരുന്നു. അതുകൊണ്ട് 10 മിനിറ്റിന് ഞാൻ ചുരുക്കുകയാണ്. 10 മിനിറ്റ് അനുവദിക്കുന്നു തോന്നുന്നു. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണിത്. കാരണം ഞാൻ തികച്ചും ആരാധിക്കുന്ന ആളുകൾ, ശ്രീരാധാകൃഷ്ണ സാറിനെ പോലുള്ള ആളുകൾ എൻ്റെ ഒരു അനുഭവത്തിന് സമ്മേളനത്തിൽ പറ്റുക എന്ന് പറയുന്നത് എനിക്കൊരു വലിയ പ്രശംസ തന്നെയാണ്. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ അദ്ദേഹം വരാൻ പറഞ്ഞു. എനിക്ക് അത്ഭുതമാണ് അദ്ദേഹം വന്നത്. കാരണം വളരെ തിരക്കുള്ള ആളാണ് അദ്ദേഹം. സാഹിത്യരംഗത്ത് തലയുയർത്തിയെടുക്കുന്ന വളരെ കൊടുപടി കേൾക്കുന്ന ആളാണ്. അങ്ങനെ ഒരാൾ വന്നതുള്ളത് പ്രായം കൊണ്ടും പക്വത കൊണ്ടും എല്ലാവരെയും കടത്തി വെട്ടിയ ചമ്പൻ ചാക്കോ സാറ് വൈകിയാണ് ഈ വ്യക്തി. അത് വലിയൊരു കാര്യമാണ്. അദ്ദേഹം ഇടയ്ക്ക് ഒന്ന് പഠിക്കാൻ കുഴപ്പമാൻ നോക്കി, പക്ഷെ വരേണ്ടതായിട്ട് വന്നു. അദ്ദേഹം വ്യക്തി സന്തോഷം. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച വലിയ ശക്തി KL മോഹനവർമ്മ തമ്പുരാനാണ്. ഞാൻ അദ്ദേഹത്തെ തമ്പുരാനെന്ന് ചേർത്ത് വിളിക്കാറുള്ളൂ. കാരണം രാജകീയ അധികാരം ഉണ്ടായിരുന്ന കാലമായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു യുവരാജാവായിട്ട് ഇരിക്കേണ്ട ആളാണ്. അപ്പൊ നമ്മൾ ദൈവം കൊടുത്തത് നമ്മൾ കളയാൻ പാടില്ല. ഞാനായിട്ട് അടുത്ത് വെട്ടിക്കളഞ്ഞിട്ട് ജനതി വർമ്മ ജി എന്നൊക്കെ വിളിക്കാൻ തെറ്റാണത്. അങ്ങനെയല്ല വിളിക്കാൻ. അവർക്ക് അർഹിക്കുന്ന അവർക്ക് കൊടുക്കണം. പിന്നെ ഈ S രമേശൻ നായർ സാറെന്ന് പറഞ്ഞാൽ ഈ മുങ്ങിപ്പോയ ഈ സംഘടനയെ പൊക്കിക്കൊണ്ടുന്ന ആളാണ്. അദ്ദേഹം ഇത്രയും ശാന്തനും സമാധാനപ്രിയനും വലിയ ഒരു പരമസാത്വികനുമായിട്ടുള്ള ഒരാള് അദ്ദേഹമാണ് നിൽക്കുന്നത്. ഇപ്പൊ തമ്പുരാന്റെ കയ്യിലാണ്. തമ്പുരാൻ ഇത് അടിച്ച് വിട്ട് ബോൾ അടിക്കുന്ന പോലെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും എന്നെ പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ഇനി TMA ബ്രാദർ ഞാൻ നന്ദി പറഞ്ഞ പോകുന്ന വഴിക്ക് എന്നെ പിടിച്ച് തല്ലും. കാരണം എൻ്റെ ഒരു സഹോദരൻ തന്നെയാണ്.
ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളത്. അതായത് ഒരു ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. TM എബ്രഹാം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന് അറിയാമത്. ഇനി വലിയ നിങ്ങള് യഥാർത്ഥത്തിലുള്ള പ്രസംഗം കേട്ടില്ല. നമ്മുടെ MK ഹരികുമാറിന്റെ പ്രസംഗം തീപ്പരിയായിരിക്കുന്നത്. ഞാൻ പേടിച്ചാ വിളിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗം ഒത്തിരി സ്ഥലത്ത് ഞാൻ കേട്ടു. ബോംബിടലാണ്. എത്ര വലിയ സാഹിത്യകാരനാണെങ്കിൽ അവൻ തല കുലിച്ചു പോകും. അപ്പൊ ഇദ്ദേഹം ഇന്ന് വളരെ പക്വപതിയായിട്ട് വളരെ പഠനം വരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. നിരൂപകന്മാരുടെ കൂടെ തലയെടുപ്പുള്ള ഒരാളായിട്ട് കൊടുപിടി കയറി നിൽക്കേണ്ടവനാണ്. ഈ ഹരികുമാർ ഇവിടെ വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അദ്ദേഹം വന്നു. സാധാരണ പലയിടത്തും വിളിച്ചാൽ പുള്ളി പോകാറില്ല. കാരണം അദ്ദേഹത്തിന് തോന്നൽ പറയും, പലർക്കും ഇഷ്ടപ്പെടില്ല. ഇപ്പം മഹത്തടിച്ച് പറയുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ കോർപ്പിസ്കോപ്പ അച്ഛൻ, അദ്ദേഹം എന്താ തിരിക്കറിയില്ല, എന്തോ ഒരു വലിയ ബന്ധമുണ്ട്. അതായത് എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കുമ്പോൾ അച്ഛൻ കഷ്ടപ്പെട്ട് വന്നു. അച്ഛൻ എത്ര വയസ്സുണ്ടെന്ന് അറിയാം. കഷ്ടപ്പെട്ട് പാടുപെട്ട് ഇവിടെ വന്നതിന് അച്ഛന്റെ കാലാണ് തൊട്ട് നമസ്കരിക്കേണ്ടത്. അദ്ദേഹം നല്ല വാക്ക് പറഞ്ഞത്. ഇവർക്ക് എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. അല്ലെങ്കിൽ വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് കവിതയെ കുറിച്ച് പറഞ്ഞാലുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്റെ കവിതയെ കുറിച്ചല്ല, കവിതയെ കുറിച്ച് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. JV പ്രീസ്ലി എന്ന് പറയുന്ന ഗ്രന്ഥകാരൻ കാലവും കോൺവേ കുടുംബവും എന്ന പേരുടെ കൃതിയില് അതിലെ 1-ാം അധ്യായം എഴുതി കഴിഞ്ഞ് 2-ാം അധ്യായം എഴുതി തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ഒരു കാര്യം ആ കൃതിയുടെ മുഖവരിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കൃതിയുടെ 2-ാമത്തെ അംഗം എഴുതാൻ പേന കയ്യിലെടുത്തപ്പോൾ എന്റെ കയ്യിൽ ആരോ കടന്നു പിടിച്ചു. പിന്നെ ആ കൃതി പൂർത്തീകരിച്ച ആ ശക്തിയാണ്, ഞാനല്ല. അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇത് ആത്യന്തികമായ സത്യം ഇതാണ്. ഇപ്പൊ ഇവിടെ എല്ലാവരും എന്നോട് സ്നേഹമുള്ളവരും എന്നെ ഇഷ്ടപ്പെടുന്നവരും എല്ലാവരും അവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രസംഗിക്കാത്തവരും ഒക്കെ അതെ. പക്ഷേ അവരൊക്കെ പറഞ്ഞ വാക്കുകൾ എല്ലാം ഞാൻ എന്റെ ആയിട്ട് എടുത്തില്ല. എല്ലാം ഉടയമ്പുരാനാണ് പോകുന്നത്. അദ്ദേഹമാണ് ഇതിന്റെ ശില്പി, ആള്, ഉടമസ്ഥൻ അദ്ദേഹമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പലതും എഴുതാൻ ഭാവിക്കുമ്പോ എന്റെ കയ്യിൽ കടന്നു പിടിച്ചൊന്നും ഞാൻ പറയില്ല. കാരണം ഞാൻ അത്ര വലിയ സിദ്ധനൊന്നുമല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. അങ്ങനെയല്ല എഴുതുന്നത്, ഇങ്ങനെയാ എഴുതേണ്ടത് എന്റെ മനസ്സിലിരുന്ന് ആരോ ഒരാൾ പറഞ്ഞിട്ട് ഞാനത് എഴുതിയത് വെട്ടിക്കളഞ്ഞിട്ട് വേറെ എഴുതിയിട്ടുണ്ട്. തന്നെയല്ല, എഴുതുമ്പോ എപ്പോഴും സർവശക്തനായ ദൈവത്തെ കുറിച്ച് ഒരു ലൈനെങ്കിലും ഏത് കവിതയിലും വരും. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അത് ചിലപ്പോ ഒരു ദൗർബല്യമായിട്ട് ഒരാൾ എന്റെ പുസ്തകത്തിന് അവകാശം ഇത് ഒരു ദൗർബല്യമായിട്ട് എടുക്കാവുന്നു ആണല്ലോ. എപ്പോഴും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവന്റെ ദൗർബല്യമാണ്. അവന് ഭയങ്കര തന്റെ ഉണ്ടെങ്കിൽ അവനെപ്പോഴും പോകും. ദൗർബല്യമാണ്. ഈ ദൗർബല്യമുള്ള ആളുകളാണ് നമ്മുടെ രാജ്യത്ത് വേണ്ടത്. ഈ ദൗർബല്യമുള്ളവരാണ് സമൂഹത്തിന് തകരാറ് വരുത്താത്തവർ, സമൂഹത്തിന് യാതൊരു ദോഷം ചെയ്യാത്തവർ. ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നവരിൽ AK പുരുഷേരി എന്റെ മൂത്ത ജ്യേഷ്ഠനാണ്. ഞാൻ അതുപോലെ സ്നേഹിക്കുന്ന ആളാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് സ്നേഹിച്ചതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അദ്ദേഹമാണ് എന്റെ ഷഷ്ടിപൂർത്തി ആ വഴിക്കായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിയിടുന്ന ആള്. ആ ഇരിക്കുന്ന ബ്രഹ്മോദരൻ മാധവൻ വേറൊരു ജ്യേഷ്ഠനാണ്. എത്ര കാലത്തിന് ബന്ധമെന്നറിയും. ഇവിടെ എന്നെ കുറിച്ച് പറഞ്ഞത് മുഴുവൻ ഇദ്ദേഹത്തിലാണ് ചേരുന്നത്, എന്നൊക്കെയല്ല ചേരുന്നത്. ഇത്രയും നല്ലൊരു മനുഷ്യൻ, സംസ്കൃത പണ്ഡിതനാണ്. സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിൽ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടതിനു ശേഷം സ്നേഹമാണ് മനുഷ്യൻ മുഴുവൻ. തലയിൽ 5-8 രോമങ്ങൾ പോയത് ഒഴിച്ച് ബാക്കി മുഴുവൻ സ്നേഹമാണ്. അത്ര നിർമ്മലനായ ശ്രേഷ്ഠനായ ഒരു മനുഷ്യനാണ്. ഈ ഇരിക്കുന്ന BA സാറ് എന്റെ മകളുടെയും ഗുരുനാഥനാണ്. അദ്ദേഹം ഈ സ്റ്റേജിൽ കയറി ഇരിക്കേണ്ട ആളായിരുന്നു. പക്ഷേ സന്ദർഭം കൊണ്ട് ഇതെല്ലാം അങ്ങനെ അറേഞ്ച് ചെയ്ത് വന്നപ്പോ ശരിയായില്ല. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട ബഹുമാന്യനായ എന്റെ അയൽക്കാരൻ എപ്പോഴും പറയുന്ന ഒരച്ഛൻ വന്നിട്ടുണ്ട്. KP ബേബി കോർപ്പിസ്കോപ്പ. അദ്ദേഹം എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളാണ്. ഞാൻ ഫോണിൽ വിളിച്ച് എനിക്ക് അങ്ങനെ ഇരുന്ന സത്യപൂർത്തിക്ക് വിളിച്ചില്ല. അതിലുള്ള ഒരു സങ്കടവും കൂടി വെച്ചുകൊണ്ടാണ് ഞാൻ വിളിച്ച, അച്ഛൻ വരണം. അദ്ദേഹം വളരെ ഇത് കഴിഞ്ഞ് ഇപ്പൊ ചെറായി പള്ളിയിലെ വികാരിയാ.
വലിയ പ്രശസ്തമായ ചെറായിപ്പള്ളിയിലെ വികാരിയാണ് അച്ഛൻ. അച്ഛൻ ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കും, പക്ഷെ കൊണ്ട് കഴിക്കാൻ പോകാൻ പറ്റില്ല. ആ അച്ഛൻ വന്ന് ഇവരൊക്കെ നമുക്ക് ഇവിടെ വേണ്ടപ്പെട്ട സി പി വള്ളിപ്പുറത്തോട് എനിക്ക് വേറെ കടപ്പാടുണ്ട്. 1969 ഞാനന്ന് കുറച്ചൊക്കെ ഈ ക്രിസ്ത്യൻ മാസികകളൊക്കെ കവിത എഴുതുന്ന അത്ര നല്ല കവിതയൊന്നുമല്ല. കവിത നല്ലതെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് കവിത അറിയാണ്ടിരിക്കണം. കാരണം ഞാൻ 30 കൊല്ലം കവിത പഠിപ്പിച്ച ആളാണ് കോളേജിൽ. ഈ കവിത എടുത്തിട്ട് ഓരോന്നും എടുത്തിട്ട് ഇത് ശരിക്ക് ഈ വക സ്നേഹമൊന്നും അങ്ങനെയില്ല. പിള്ളേര് പറയും ഇത് പൊട്ട കവിതയാണ്, ഇത് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചോട്ടോ, പരീക്ഷയ്ക്ക് നല്ലതെന്ന് എഴുതാവണം, അല്ലെങ്കിൽ തോറ്റു പോകും. അപ്പൊ ഇതാണ്. പക്ഷെ ഇത് നിങ്ങൾ മറ്റുള്ളവരുടെ കവിത മോശമാണെന്ന് പറയാൻ നമുക്ക് നല്ല പിടുക്കാം. നമ്മുടെ കവിത മോശം അറിയാൻ പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. നമ്മുടെ കവിത നല്ലതല്ലാത്ത ഈ സന്താന വാത്സല്യം പോലെയാണ്. അപ്പോ സി പി വള്ളിപ്പുറം ആ കാലത്ത് കുടുംബജീവിതത്തിൽ ഒരു പരമ്പര എഴുതി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ആരുമല്ല. അത് പുള്ളി എവിടെ സമ്പാദിച്ചിട്ട് കുടുംബജീവിതത്തിന്റെ ചീപ്പെടുത്തതായിരുന്ന അച്ഛൻ ഇരിപ്പുണ്ട്. ഫാദർ ചെറിയ കുര്യത്തോടത്ത്. എന്റെ സഹോദരന്മാരിൽ ആരും പുരോഹിതന്മാരില്ല. വലിയ പുരോഹിതന്മാരുണ്ടായിരുന്ന കുടുംബമായിരുന്നു. പക്ഷേ എന്റെ അനുജനായിട്ടൊരു പുരോഹിതൻ ഉണ്ടാകുന്നത് ഞാൻ പറയുന്നത് ചെറിയ കുര്യത്തോടത്ത് അച്ഛനെയാണ്. എത്രമാത്രം എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് അറിയാം. അദ്ദേഹം പ്രസിദ്ധീകരിച്ച പുസ്തകം ഇന്ന് വലിയ തടിച്ച പുസ്തകം 2 കിലോമീറ്റർ ഉണ്ട്. അദ്ദേഹത്തെ കവിതയെല്ലാം കൂടി സംഗ്രഹിച്ചത്. ഞാൻ ആവശ്യപ്പെട്ടത് അദ്ദേഹം സാറ് വായിക്കുന്നു, സാറിന് തരികയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്നേഹം, ഈ സ്നേഹത്തിനൊക്കെ പകരം വെക്കാനൊന്നുമില്ല. ഞാൻ വളരെ സ്നേഹിക്കുന്ന ശശീന്ദ്രന്റെ ഇവിടെ ഇരിപ്പുണ്ട്. ശശീന്ദ്രൻ നോക്കുന്നത് എന്നെ എന്താ പറഞ്ഞത്, വളരെ സ്നേഹമുള്ള ആളാണ്. നമ്മുടെ ഈ മുരളീധരൻ മാഷ് ഒരു സ്കൂളിന്റെ മാനേജറായിരുന്ന ആളാണ്. എന്റെ മകളുടെ സ്കൂളിലെ മാനേജറായിരുന്നു. ഇപ്പൊ അദ്ദേഹം റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആയിട്ട് എക്സ് മാനേജറായിട്ട് ഇരിക്കുക. ഇനിയും അദ്ദേഹം മാനേജറാവും. അപ്പൊ അങ്ങനെയുള്ള അനേകം ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ പ്രശസ്ത കവിയായ ചന്ദ്രൂർ അങ്ങനെ ഇഷ്ടം പോലെ. ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണോട്ടോ. എല്ലാവരുടെയും പേര് പറഞ്ഞ് ഈ സമയത്ത് നിങ്ങളുടെ മുന്നു മുടക്കാൻ ഞാൻ ശ്രമിച്ചാൽ അതെനിക്ക് അപരാധമാണ്. അപ്പോ ഏതായാലും ഈ ചടങ്ങ് സംഘടിപ്പിച്ച ഇതിന്റെ കേരള സാഹിത്യ മണ്ഡലത്തിന്റെ ഭാരവാഹികളെ ഇതിൽ വന്ന് ഈ പാവപ്പെട്ട എന്നെ ആദരിക്കുന്നത് കാണാൻ സമയം വെറുതെ കളയാൻ ഇല്ലല്ലോ ഇന്നത്തെ കാലത്ത്. അതിന് ഒരുങ്ങി വന്ന ആളുകളെ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, നിങ്ങളെ ഞാൻ മറക്കില്ല. നിങ്ങൾ ചെയ്തത് വലിയ സേവനമാണ്. നിങ്ങളെ ഞാൻ പ്രത്യേകം സ്നേഹിക്കുന്നു, അഭിനന്ദിക്കുന്നു, ആദരിക്കുന്നു. കൂടുതൽ ഞാൻ പറഞ്ഞ് ശല്യപ്പെടുത്തേണ്ട കാര്യമില്ല. എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ബാക്കി സാഹിത്യത്തെ കുറിച്ചുള്ളതൊക്കെ പിന്നീട് ഒരിക്കലാണ്. എല്ലാവർക്കും നമസ്കാരം.